ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഏത്തപ്പഴമൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അതിനായിട്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഒരുപാട് പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെന്തുടഞ്ഞൊന്ന് റോസ്റ്റായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം ഏത്തപ്പഴം വെന്തുടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ റവയും ചേർത്ത് കൊടുത്ത് തീയൊന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ച് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നെയ്യ് തടവിയ ഒരു ബൗളിലേക്ക് മാറ്റി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു സൈഡിൽ നിന്ന് റോസ്റ്റായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഏത്തപ്പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.